എന്തിന്റെ മൂസേ വർത്താനോ? കണ്ടിട്ട് കൊറേ നാളായല്ലോ. അല്ല ഇജിപ്പോഴും നടന്നിട്ട കച്ചവടം പണ്ടില്ല എനിക്ക്. ഉണ്ട് മൂസ. ഈ അടുത്ത് ചെക്ക് ചെയ്തപ്പോ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് എക്സർസൈസ് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെയാക്കി കച്ചവടം. ഓ ഇതാവുമ്പോ എക്സസൈസും നടക്കും കച്ചവടം നടക്കുമല്ലോ അല്ലേ? അതെ. അല്ല അനക്കില്ലേ ഷുഗറും ബസ്? ആർക്കറിയാ, നമ്മളിതൊന്നും നോക്കല്ല. ഞമ്മക്ക് പേടിയാ നോക്കാൻ. ഈ വക സൂക്കേടൊന്നും ഇല്ലാന്ന് നമ്മളെ കൊണ്ട് വിശ്വസിച്ചാളൂ. ഇപ്പൊ ഭക്ഷണത്തിൽ കംപ്ലീറ്റ് മായല്ലേ. അതുകൊണ്ടാണല്ലോ ഈ കണ്ട സൂക്കേടൊക്കെ മനുഷ്യന്മാർക്ക് പിടിക്കണത്. സത്യം. ഈ മായം ചേർക്കലിന് കൂട്ടി നിൽക്കേ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കുറെ ഉദ്യോഗസ്ഥന്മാർ. അല്ല എന്റെ മീൻ ഫ്രഷാ? എന്ത് ഫ്രഷ്? എനിക്കും മീനിനൊരു പൈസ ലേശം പയക്കുണ്ട്. പിന്നെ കുറച്ച് ഐസും ഏതാണ്ട് മരുന്ന് പൊടിയൊക്കെ ഇട്ടാ ഫ്രഷ് പോലെ ഇരിക്കും. അപ്പൊ ഇജ്ജി കാണിക്കണത് അഴിമതി അല്ലേ മൊയ്തീന്? അല്ല മൂസ. അല്ലേ പിന്നെ ഈ മീൻ ചത്ത വെറുതെ പോകൂലേ? അല്ല ഇസാനം കഴിക്കുന്നവർക്ക് സൂക്കേട് വരില്ല മൊയ്തിയെ? ഓ അങ്ങനെയൊക്കെ നോക്കിയാ ഇപ്പൊ നാട്ടിലൊന്നും നടക്കൂല മൂസ. അല്ല നിങ്ങളെ മീൻ ഫ്രഷാ? പടയ്ക്കുന്നുണ്ടോ പെട്ടീന്ന്? പെടയ്ക്കുന്നൊന്നുമില്ല, പക്ഷെ നമ്മളായിട്ട് അതിൻ്റെ അകത്തൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്നതോ ഈ ഒരുപാട് മായം ചേർക്കുന്നുണ്ട് മൂസ. അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല്ലോ. എനിക്ക് കിട്ടുന്ന മീൻ കേടായിട്ട് കഴിക്കുന്നവർക്ക് സൂക്കേട് വരാണ്ടിരിക്കുക ഞാൻ വീണ്ടും വീണ്ടും ഓരോന്ന് ഇങ്ങനെ ചേർക്കും. നമ്മളൊക്കെ ഈ പൗഡർ ഇടുന്നത് ഈ പോലെ. കള്ളത്തരം കാണിക്കുന്നവർക്ക് എല്ലാത്തിനും ഒരു ന്യായം ഉണ്ടാവും. എന്റെ മൂസ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും മായം ചേർത്തിട്ടാ ഉമ്മക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞമ്മക്ക് കിട്ടുന്ന മീനിൽ ലേശമായോളൂ. നിങ്ങൾ ചേർത്തില്ലേലും നിങ്ങൾക്ക് കിട്ടുന്ന മീനിൽ ലേശമായുണ്ട് മൂസ. ഉണ്ട്, സമ്മതിച്ച്. സർവത്രമായ ഒരു സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കണത്. എടാ മൊയ്തിയെ, ഈ വലിയ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും മാത്രമല്ല അഴിമതി കാണിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരും അഴിമതിന്റെ ഭാഗമാണ്. ഓരൊക്കെ വലിയ വലിയ കോടികളുടെ അഴിമതിയല്ലേ മൂസ ചെയ്യണത്? നമ്മൾ ജീവിക്കാൻ വേണ്ടി നക്കാപ്പിച്ച കള്ളത്തരം കാണിക്കുന്നു. ചെറുതാണെങ്കിലും കള്ളത്തരം തന്നെയാ മൊയ്തിയെ. നമ്മളെ നാട്ടില് BPL റേഷൻ കാർഡില് ശരിക്കും അർഹതയില്ലാത്തവരില്ലേ? കാറുള്ളവർ വരെ BPL അപ്പോ ഇതൊക്കെ സാധാരണക്കാരൻ ചെയ്യുന്ന അഴിമതിയല്ലേ? നിങ്ങളോട് തർക്കം ചെന്നാലേ നമ്മളെ കച്ചവടം കൂട്ടും. പിന്നെ കാണാം. എന്നാ വരട്ടെ. അഴിമതി കണിക്കാത്തവരായിട്ട് ഈ ദുനിയാവിൽ ആരാണ്ട്?